നമസ്തേ, മോഹൻ കരിപ്പൂർ. കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ഒരു ടെലഫോണിക് കൺവെർസേഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. അതായത് ഞാൻ ബ്രാൻഡിങ്ങും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സെക്ഷനും കൂടെ നോക്കുന്ന ഒരു വലിയ ഫേമിൻ്റെ ഒരു ആഡ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ പോയിക്കൊണ്ടിരുന്നു. അത് ബിസിനസ് ടു ബിസിനസ് ആയിരുന്നു, B2B ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ റിപ്ലൈ ആയിട്ട് കോൾസ് വന്നിരിക്കുന്ന 1-2 കോൾസ് നമുക്ക് കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വിളിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പേരുമുണ്ട്, ഫോൺ നമ്പറും ഉണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അവരറിയാതെ ഈ കോൾ പോയതാണ്. അതായത് അങ്ങനെ സംസാരിച്ച് വന്ന് അപ്പോഴത്തേക്ക് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു നമ്പർ, എൻ്റെ പേര് വരെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു ക്യൂരിയോസിറ്റിയും ഭയങ്കര ഒരു ഭയമൊക്കെ ആയിട്ട് വന്നു. അവർക്ക് ഭയപ്പെടേണ്ട. അപ്പോൾ എൻ്റെ പേരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പേരൊക്കെ പറഞ്ഞു, സ്ഥാപനത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വളരെ ഇതായിട്ട് സംസാരിച്ച് തുടങ്ങിയിരുന്നു. വളരെ എറണാകുളമല്ല, അവർ ആലപ്പുഴ ജില്ലയിലൊരു സ്ഥലത്ത് താമസിക്കുന്നതാണ്. ബാക്കിയൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഏരിയ ഒന്നും. കാരണം അത് ഒരു ഡേഞ്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള നേരിട്ട് കാണുകയോ എൻ്റെ പേരോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ലേഡി, അതായത് മോർ ദാൻ 80 ഇയേഴ്സ്, 80 വയസ്സിന് മുമ്പുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കോൾസൊക്കെ വരുമ്പോൾ ഭയമാണ്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അപ്പോൾ വേറെ ആരും ഇവിടെ ഇല്ല, മക്കളൊക്കെ അങ്ങ് വെളിയിലാണ്, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കോൾസ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, ഇന്നും സ്ഥലവും എവിടെയാണെന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയണ്ട, അതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ എൻ്റെ അടുത്ത് ഓരോന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ എന്നെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഫോണിലൂടെ, അതായത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഇതിൻ്റെ അതായത് എന്തിനാണ് കോൾ ചെയ്തത്, നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം അവർ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരെൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ എല്ലാം ഒരുപാട് കള്ളന്മാരുണ്ട്, ഞങ്ങളുടെ ഏരിയയിൽ കുറേ ആൾക്കാർ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നത്, കാരണം മക്കളൊക്കെ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഒക്കെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോണൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്, പരസ്പരം ആളുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പങ്ങളൊക്കെ കുറവാണ്, കാരണം എല്ലാവർക്കും ഒരു ഭയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കും, അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളാൽ മക്കളെല്ലാം പുറത്താവാം, അല്ലെങ്കിൽ പേരൻസ് ഇവിടെ താമസിക്കും. പക്ഷേ ഇവർക്ക് എന്നെ വിളിച്ച ആൾക്കാർ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കേന്ദ്ര ഗവൺമെൻറ്. അവർക്ക് പോലും ഇത്ര ഭയമുള്ള സ്ഥിതിക്ക് ഇതൊന്നും അല്ലാത്ത ആൾക്കാർ എത്രയോ പേര് നമ്മുടെ നാടുകളിൽ താമസിക്കുന്നുണ്ട് സീനിയർ സിറ്റിസണായിട്ട്. അപ്പം സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളെ വിളിക്കും, ഏതെങ്കിലും കാരണവശാലും ഒരാൾ എന്തെങ്കിലും വിളിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ദയവ് ചെയ്ത് പറയാൻ പാടില്ല എന്ന് അവരുടെ അടുത്ത് സ്വയം ബോധിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ വെൽവിഷേഴ്സ് ആരൊക്കെയാണോ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഒരു വ്യക്തി, അതായത് ഒരു സ്ഥലത്ത് ആരെങ്കിലും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന അവർ പറഞ്ഞ കള്ളന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരത് സ്പോട്ട് ചെയ്തിട്ട് ഇവരെ അപായപ്പെടുത്താനും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാം. കാരണം ഈ പറയുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു 1-2 ദിവസം മുമ്പേ ഒരു ലേഡി, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയെ കൊന്ന് അവിടെ വീട്ടിൽ നിന്ന് ഒരു ലേഡി, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സ്ത്രീയാണെന്ന് തോന്നുന്നത്, അവരവിടെ നിന്ന് മൂവാണ് ചെയ്തിരിക്കുന്നത്. അതായത് യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ലേഡി അവർ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വുമണിനെ കൊന്നിട്ടാണ് അവരുടെ മാലയൊക്കെ ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അത് 1-2 അല്ല, 100 ഇൻസിഡൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. കാരണം പേരൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടും, പേരൻസ് ഇവിടെ താമസിക്കുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു, അതായത് അവരുടെ മക്കളെല്ലാം ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ജോലിക്കായിട്ടോ എന്തെങ്കിലും കാരണവശാൽ പോയിരിക്കുന്നു. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പം യാതൊരു കാരണവശാലും ഈ പറയുന്ന ഏതെങ്കിലും ഫോണുകൾ വരുമ്പോഴോ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കളെല്ലാം പുറത്താണെന്നോ അങ്ങനെയല്ല അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്നോ ഇതൊന്നും ദയവ് ചെയ്ത് ആരും പറയരുതെന്ന് വ്യക്തമാക്കി പറയുക. കാരണം നമ്മൾ ഈ വളരെ പരിചയമുള്ള ആൾക്കാർ പോലും ഇപ്പോഴും നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സംസ്കാരം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറയുമ്പോഴത്തേക്കും അവർക്ക് സ്പോട്ട് ചെയ്യുന്ന കാര്യം അറിയില്ല. ഇതിൻ്റെ ഒരുപാട് ഇൻസിഡൻറ്റ് ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട്. കാരണം വളരെ വളരെ കൊച്ചിലെ തന്നെ ഒരു വീട് അടച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ഒരു ലോറി വന്ന സാധനങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഒരിടത്ത്. എന്നിട്ട് അവസാനം അയൽക്കാർ പോലും അറിയുന്നില്ല. തിരിച്ച് വീട്ടുകാരെല്ലാവരും കൂടെ ഒരിടത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ്, ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ മോഷണം മാത്രമേ ഉള്ളൂ, ഇന്ന് കൊലപാതകം വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇൻവേഴ്സിനോ അല്ലെങ്കിൽ ആരൊക്കെയാണോ അറിയാവുന്ന അവരുടെ അടുത്തൊക്കെ പറയുക, സീനിയർ സിറ്റിസണായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഒരു സ്ട്രേഞ്ചറായിട്ടുള്ളിടത്ത് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് പറയുകയോ അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ പറയുകയോ, അത് ഫോണിലൂടെ ആയാലും കഴിവതും നേരിട്ടാണെങ്കിലും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ആശംസകൾ. ഇത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഫോർവേഡ് ചെയ്ത് അവരെയും കൂടെ ഇതിൻ്റെ നമ്മുടെ ഈ പ്രോജക്റ്റ്, അതായത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന അപായവും അല്ലെങ്കിൽ ആ ഘട്ടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയോടുകൂടി അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു.